ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BBA LLB 5 ഇയറിന്റെ ടോട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് ബിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് 2015 തൊട്ടിട്ട് 2023 വരെ നമ്മുടെ ടോട്ടിലെ പാർട്ട് ബിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇതായിരുന്നു. അതായത് ഒരച്ഛൻ ഒരു മകന് ഒരു എയർ ഗണ്ണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മകന്റെ വയസ്സ് എന്ന് പറയുന്നത് 15 വയസ്സ് മാത്രമായിരുന്നു. സോ ഈ മകൻ ഈ ഒരു എയർ ഗണ്ണ് ദുരുപയോഗം ചെയ്യുന്നതായിട്ട് ഒരുപാട് കംപ്ലൈന്റ് കുറെ പേര് അച്ഛനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അച്ഛൻ ഇതിന്റെ മുകളിൽ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ ആ ഗണ്ണ് മകന്റെ കയ്യിൽ തന്നെ വെക്കാനായിരുന്നു നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം മകൻ ഈ ഗണ്ണ് ഉപയോഗിച്ചിട്ട് വേറൊരു വ്യക്തിക്ക് ഒരു അപകടം വരുത്തി വെച്ചു. അതായത് ഈ മകന്റെ ഈ ഗണ്ണിന്റെ മിസ്യൂസ് മൂലം ഒരു വ്യക്തിക്ക് മുറിവേറ്റിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകന്റെ പ്രവർത്തിക്ക്, മകൻ എ എന്നുള്ള വ്യക്തിക്ക് വരുത്തി വെച്ചിട്ടുള്ള പ്രവർത്തിക്ക് അച്ഛൻ എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇഷ്യൂ ആയിട്ട് എഴുതാൻ പറ്റുന്നത് രണ്ട് കാര്യമാണ്. ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് മകൻ ചെയ്തിട്ടുള്ള റോങ്ഫുൾ ആക്ടിവിറ്റിക്ക് അച്ഛനെ ലയബിൾ ആക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതായത് വെദർ ഫാദർ ക്യാൻ ബി ഹെൽഡ് ലയബിൾ ഫോർ സൺസ് റോങ്ഫുൾ ആക്ട്. രണ്ടാമതായിട്ട് അച്ഛന് ഇവിടെ വൈക്കേരിയസ് ലയബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റൊരു വ്യക്തി ചെയ്തിട്ടുള്ള ഒരു റോങ്ഫുൾ ആക്ടിവിറ്റിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ട് വേറൊരു വ്യക്തി ലയബിൾ ആവുന്ന അവസ്ഥയാണ്. അതായത് എ എന്നുള്ള ഒരു വ്യക്തി ചെയ്തിട്ടുള്ള റോങ്ഫുൾ ആക്ടിവിറ്റിക്ക് ബി എന്നുള്ള ഒരു വ്യക്തി ലയബിൾ ആവുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഇവിടുത്തെ ലീഗൽ പ്രൊവിഷൻ ആയിട്ട് എഴുതാൻ സാധിക്കുന്നത് വൈക്കേരിയസ് ലയബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വൈക്കേരിയസ് ലയബിലിറ്റി ബേസ് ചെയ്തിരിക്കുന്നത് രണ്ട് മേജർ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരെണ്ണം എന്ന് പറയുന്നത് ക്യൂ ഫാസിറ്റ് പെർ ആലിയം ഫാസിറ്റ് പെർ സെ എന്നുള്ളതാണ്. അതായത് ഹി ഹൂ ഡസ് ആൻ ആക്ടിവിറ്റി ത്രൂ അതർ ഈസ് ഡീംഡ് ടു ഡൺ ഇറ്റ് ബൈ ഹിംസെൽഫ്. അതായത് ഞാൻ വേറൊരാളെ കൊണ്ട് ഒരു റോങ്ഫുൾ ആക്ടിവിറ്റി ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്തതായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റെസ്പോണ്ടന്റ് സുപ്പീരിയർ എന്നുള്ളതാണ്. അതായത് ലെറ്റ് ദ സുപ്പീരിയർ ബി ലയബിൾ. അതായത് സ്വാഭാവികമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അതിൽ ഒരാളുടെ സ്ഥാനം എപ്പോഴും മുകളിലായിരിക്കും. അതായത് ഒരു മുതലാളിയും തൊഴിലാളിയും, അതല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളും ഏജന്റും. ഇവിടെയൊക്കെ ആർക്കായിരിക്കും കൂടുതൽ പവർ ഉണ്ടാവുക? ഒരു മുതലാളിക്കായിരിക്കും, അതല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾക്കായിരിക്കും. സോ റെസ്പോണ്ടന്റ് സുപ്പീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഒരു സുപ്പീരിയർ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് അയാളാവട്ടെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്നുള്ളതാണ്. സോ ഈ ഒരു കേസിൽ ആക്ച്വലി നമുക്ക് കാണാൻ കഴിയുന്നത് അച്ഛനും മകനുമാണ്. മകന് വെറും 15 വയസ്സ് മാത്രമാണ് പ്രായം. സോ സ്വാഭാവികമായിട്ട് ഇവിടെ സുപ്പീരിയർ പൊസിഷനിൽ ഇരിക്കുന്നത് ആരാണ്? ഫാദർ ആയിരിക്കും. സോ റെസ്പോണ്ടന്റ് സുപ്പീരിയർ എന്നുള്ള ആ മാക്സിമം അതല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളും ഇവിടെ എന്താണ്? അപ്ലിക്കബിൾ ആണ്. സോ ഈ റെസ്പോണ്ടന്റ് സുപ്പീരിയറിന്റെ അണ്ടറിൽ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ് ലയബിലിറ്റി ഓഫ് പാരന്റ്സ് ഇൻ ചിൽഡ്രൻസ് ടോർട്ട്. അതായത് ഒരു കുട്ടി ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ പാരന്റിന് ആ കുട്ടിയുടെ മുകളിൽ ഒരു ഡ്യൂട്ടി ഓഫ് കെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കെയർ നമ്മുടെ പാരന്റ് കുട്ടിയുടെ മുകളിൽ കൊടുക്കാത്ത പക്ഷമാണ് കുട്ടി ഇങ്ങനെ ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പാരന്റ് എന്തിന് ലയബിൾ ആവും? കുട്ടി ചെയ്തിട്ടുള്ള ആ റോങ്ഫുൾ ആക്ടിവിറ്റിക്ക് ലയബിൾ ആവും. സോ ഇവിടെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് അച്ഛനാണ് മകൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഗണ്ണ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. നിരന്തരമായിട്ടുള്ള കംപ്ലൈന്റിനൊന്നും ചെവി കൊടുക്കാണ്ട് അച്ഛൻ എന്ത് ചെയ്തു? മകന് തന്നെ ആ തോക്ക് കൈമാറി. മകൻ എന്ത് ചെയ്തു? എന്നിട്ട് മറ്റൊരു വ്യക്തിക്ക്, എ എന്നുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാണ്? ഒരു മുറിവേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ സ്വാഭാവികമായിട്ട് അച്ഛന്റെ ഡ്യൂട്ടി ഓഫ് കെയർ എന്ത് ചെയ്തിട്ടില്ല? അച്ഛൻ ഇവിടെ കൊടുത്തിട്ടില്ല. സോ ഇവിടെ അച്ഛൻ എന്താണ്? വൈക്കേരിയസ്ലി ലയബിൾ ആയിരിക്കും. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേസ് ലോ ആണ് BB വേഴ്സസ് സെയിൽസ് എന്ന് പറയുന്നത്. ഇവിടെയും ഇതേ കാര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അച്ഛൻ എന്ത് ചെയ്യാണ്? 15 വയസ്സുള്ള തന്റെ മകന് ഒരു
തോക്ക് കൈമാറുകയാണ്, എയർ ഗണ്ണ് കൈമാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കംപ്ലൈന്റ് കിട്ടിയിട്ടും അച്ഛൻ എന്ത് ചെയ്തിട്ടില്ല, അതിനൊന്നും ചെവി കൊടുത്തില്ല. അച്ഛൻ മകന്റെ കയ്യിൽ തന്നെ ആ തോക്ക് കൊടുത്തു. അതിനുശേഷം മകൻ ഒരു വ്യക്തിക്ക്, എന്നുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്തു, ആക്സിഡന്റ് കോസ് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. സോ സ്വാഭാവികമായിട്ട് ഈ ഒരു കേസിൽ കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇവിടെ വൈക്കേരിയസ്ലി ലയബിൾ ആണ് എന്നുള്ളതാണ്. ഇതൊരു US കേസ് ലോ ആണ്. സോ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഡിസിഷൻ എന്ന് പറയുന്നത് അച്ഛൻ മകന്റെ ഈ പ്രവൃത്തിക്ക് വൈക്കേരിയസ്ലി ലയബിൾ ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ഒരു കത്ത് എഴുതുകയാണ് പ്ലെയിന്റിഫിന്. ആ കത്തിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് പ്ലെയിന്റിഫിനെ കുറിച്ച് തന്നെയുള്ള ഇല്ലാത്ത കഥകളായിരുന്നു. അതായത് പ്ലെയിന്റിഫിനെ കുറിച്ചിട്ട് തന്നെ മോശമായിട്ട് അല്ലെങ്കിൽ ഡീഫമേറ്ററി ആയിട്ട് പ്ലെയിന്റിഫിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കത്ത് തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ഈ കത്ത് പ്ലെയിന്റിഫ് റിസീവ് ചെയ്ത സമയത്ത് പ്ലെയിന്റിഫ് എന്ത് ചെയ്യാണ്, കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാണ്. അതായത് ഈ രണ്ട് പർട്ടിക്കുലർ പേഴ്സൺസും എന്നെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ എന്നെ കുറിച്ചിട്ട് അപവാദകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കത്ത് എഴുതി എനിക്ക് അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കോമ്പൻസേഷൻ വേണം എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഒരു കേസിൽ നമ്മളോട് ഡിസിഷൻ എന്തായിരിക്കും എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇവിടെ പ്ലെയിന്റിഫിന് കോമ്പൻസേഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ നമുക്ക് ഇഷ്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡിഫൻഡൻസിനെ, അതായത് ഈ കത്ത് എഴുതിയിട്ടുള്ള രണ്ട് പർട്ടിക്കുലർ പേഴ്സൺസിനെയും ഡീഫമേഷൻ എന്നുള്ള ഒഫൻസ്, റോങ്ഫുൾ ആക്ടിവിറ്റി കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശിക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇവിടെ ആക്ച്വലി ഡീഫമേറ്ററി ആയിട്ടുള്ള വാക്ക് അതല്ലെങ്കിൽ ഡീഫമേറ്ററി ആയിട്ടുള്ള ഈ കാര്യങ്ങൾ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സോ ഇവിടുത്തെ ലീഗൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ഡീഫമേഷൻ എന്താണ്, അതുപോലെ തന്നെ ലിബൽ, സ്ലാൻഡർ എന്താണ്, അതുപോലെ തന്നെ എലമെന്റ്സ് ഓഫ് ഡീഫമേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇത് എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല. പക്ഷേ എലമെന്റ്സ് ഓഫ് ഡീഫമേഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനെ ഡീഫമേഷൻ ആയിട്ട് കണക്കാക്കുകയുള്ളൂ. സോ അതിൽ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി മെയ്ഡ്, രണ്ടാമതായിട്ട് ദ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് റെഫർ ടു ദ പ്ലെയിന്റിഫ്, മൂന്നാമതായിട്ട് ദ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി ഡീഫമേറ്ററി, നാലാമതായിട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ഫോൾസ്, അഞ്ചാമതായിട്ട് ദ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി പബ്ലിഷ്ഡ് എന്നുള്ളതാണ്. അതായത് തെറ്റായിട്ടുള്ള അതല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ ഡീഫമേഷൻ ആയിട്ട് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ നമ്മളിവിടെ നോക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് അതല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡീഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് നമ്മൾ പബ്ലിഷ് ചെയ്തതായിട്ട് കണക്കാക്കുക എന്നുള്ളതാണ്. സോ ഒരു പർട്ടിക്കുലർ കാര്യം, ഒരു ഡീഫമേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം പബ്ലിഷ് ചെയ്തതായിട്ട് നമ്മൾ കണക്കാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ പ്ലെയിന്റിഫ് കൂടാണ്ട് ഇത് മൂന്നാമതൊരാളിലോട്ട് എത്തണം എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറിച്ചിട്ടുള്ള ഒരു അപവാദകരമായിട്ടുള്ള ഒരു കാര്യം ഒരാൾ എന്നോട് തന്നെ അത് വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താവില്ല, ഡീഫമേഷൻ ആവില്ല. നേരെ മറിച്ച് അയാൾ ഒരു സഭയിൽ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മൂന്നാമതൊരാൾ വന്ന് അറിയുകയാണ്. അപ്പോഴാണ് അത് എന്താവുന്നത്, ഡീഫമേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. സോ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്, ഒരു പർട്ടിക്കുലർ ഡീഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ്ഡ് ആയിട്ട് കണക്കാക്കണം എന്നുണ്ടെങ്കിൽ പ്ലെയിന്റിഫിനെ കൂടാണ്ട് അത് മൂന്നാമതൊരാൾ അറിയണം. സോ ഈ ഒരു കേസിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത്, എന്നുള്ള പ്ലെയിന്റിഫിനെ കുറിച്ചിട്ടുള്ള അപവാദകരമായിട്ടുള്ള കാര്യം എയോട് തന്നെയാണ് ഇവർ കത്തയച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ് ചെയ്തതായിട്ട് കണക്കാക്കില്ല. ഇവിടെ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേസ് ലോ ആണ് മഹേന്ദ്ര റാം വേഴ്സസ് ഹർനന്ദൻ പ്രസാദ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിന്റിഫിന് ഉറുദു വായിക്കാൻ അറിയില്ല എന്നുള്ള പൂർണ്ണ അറിവോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഡിഫൻഡന്റ് എന്ത് ചെയ്യാണ്, ഉറുദുവില് ഇയാളെ കുറിച്ചിട്ട് ഡീഫമേറ്ററി ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു കാര്യം പറഞ്ഞിട്ട് കത്തയക്കുകയാണ്. സോ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് അറിയാം ഈ പ്ലെയിന്റിഫിന് ഉറുദു വായിക്കാൻ അറിയില്ല. സോ സ്വാഭാവികമായിട്ട് ഇയാൾ ഈ കത്ത് വായിക്കാൻ ഉറുദു അറിയുന്ന ഒരാൾക്ക് കത്ത് ഏൽപ്പിക്കും എന്നുള്ളത്. സോ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇയാൾ ഈ കത്ത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കത്ത് മൂന്നാമതൊരാൾ അറിഞ്ഞത് കൊണ്ട് തന്നെ ഇവിടെ അത് ഡീഫമേഷൻ ആയിട്ട് കണക്കാക്കും.
ഇവിടുത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു കേസിൽ ഇതൊരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഈ ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താവില്ല, ഇവിടെ നമുക്ക് ഡീഫമേഷൻ എന്നുള്ള ഒരു ഒഫൻസ് അതല്ലെങ്കിൽ ഡീഫമേഷൻ എന്നുള്ള ഒരു ടോർട്ട് നടന്നതായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ നമ്മുടെ പ്ലെയിന്റിഫ് സക്സീഡ് ചെയ്യില്ല. അടുത്ത പ്രോബ്ലത്തിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റിന്റെ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്ന വഴിക്ക് ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ഒരു വഴിനട യാത്രക്കാരനെ ഇടിച്ചു, അയാള് മരിച്ചു. സോ ഇങ്ങനെ സംഭവിച്ച സമയത്ത് അയാളുടെ വിധവ എന്ത് ചെയ്തു, ഗവൺമെന്റിന്റെ ആ ഒരു വണ്ടി ഓടിച്ച ഡ്രൈവർക്ക് എതിരായിട്ട് സ്യൂ ചെയ്തു. അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു, സ്റ്റേറ്റിൽ നിന്ന് അവർക്ക് കോമ്പൻസേഷൻ വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ ആവശ്യപ്പെട്ട സമയത്ത് സ്റ്റേറ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു സോവറിൻ ഫംഗ്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങളുടെ മുകളിൽ യാതൊരുവിധ ലയബിലിറ്റിയും ഇല്ല എന്നുള്ളതാണ്. സോ ഇതിന്റെ മുകളിൽ ഡിസൈഡ് ചെയ്യാനാണ് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് ഇഷ്യൂസ് എന്ന് പറയുന്നത്, സ്റ്റേറ്റിനെ ഡ്രൈവർ ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തിക്ക് വൈക്കാരിയസ്ലി ലയബിൾ ആക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, ഈ സ്റ്റേറ്റ് പറഞ്ഞതുപോലെ ഡ്രൈവർ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഒരു സോവറിൻ ഫംഗ്ഷൻ ആണോ എന്നുള്ളതും ആണ് ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ലീഗൽ പ്രൊവിഷൻ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വൈക്കാരിയസ് ലയബിലിറ്റി, അതുപോലെ തന്നെ വൈക്കാരിയസ് ലയബിലിറ്റി ഓഫ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ സോവറിൻ ഫംഗ്ഷൻ ആൻഡ് നോൺ സോവറിൻ ഫംഗ്ഷൻ എന്നുള്ളതാണ്. വൈക്കാരിയസ് ലയബിലിറ്റി നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സോ സ്റ്റേറ്റിന്റെ വൈക്കാരിയസ് ലയബിലിറ്റിയെ കുറിച്ച് പഠിക്കേണ്ട സമയത്ത് സ്റ്റേറ്റിന് മെയിൻ ആയിട്ട് രണ്ട് ഫംഗ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് സോവറിൻ ഫംഗ്ഷനും മറ്റൊന്ന് നോൺ സോവറിൻ ഫംഗ്ഷനും ആണ്. സോവറിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് മാത്രം എക്സസൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോവറിൻ ഫംഗ്ഷൻ എന്നൊക്കെ വിളിക്കുന്നത്. അതായത് എന്താണ്, ഡിഫൻസ്, വാർ ആൻഡ് പീസ്, ഇത് എന്നൊക്കെ പറയുന്നത് വേറെ ഒരു പ്രൈവറ്റ് പാർട്ടിക്കും ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റിന് മാത്രം എക്സസൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് എന്ത്, ഈ സോവറിൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഒരു സോവറിൻ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നതിന്റെ ഇടയിൽ സ്റ്റേറ്റിന്റെ ഏതെങ്കിലും ഒരു എംപ്ലോയി മൂലം മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ് എന്താവില്ല, വൈക്കാരിയസ്ലി ലയബിൾ ആവില്ല. അതായത് ഇപ്പൊ എന്താണ്, നമ്മുടെ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ആർമി ഓഫീസർ ഒരു എന്താ പറയുക യുദ്ധത്തിൽ മരണപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ആ മരണത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റിനെ വൈക്കാരിയസ്ലി ലയബിൾ ആക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, അതൊരു സോവറിൻ ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ഗവൺമെന്റിന് മാത്രമാണ് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നോൺ സോവറിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻസ് ഗവൺമെന്റിന് മാത്രമല്ല, അത് പ്രൈവറ്റ് പാർട്ടീസിനും എന്ത് ചെയ്യാം, എക്സസൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. സോ എക്സ്ക്ലൂസീവ്ലി ഗവൺമെന്റിന് മാത്രം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ സോവറിൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഗവൺമെന്റിന് മാത്രമല്ല പ്രൈവറ്റ് പാർട്ടീസിനും എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ നോൺ സോവറിൻ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ഒരു നോൺ സോവറിൻ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി മൂലം മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ ഗവൺമെന്റിനെ എന്ത് ചെയ്യാം, വൈക്കാരിയസ്ലി ലയബിൾ ആക്കാൻ സാധിക്കും. സോ ഈ ഒരു പ്രോബ്ലം തന്നെ ഇരിക്കട്ടെ. ഇവിടെ ആക്ച്വലി എന്താണ്, ഗവൺമെന്റിന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്ന ഒരു ഡ്രൈവറുടെ അനാസ്ഥ മൂലം എന്ത് ചെയ്യാണ്, ഒരു വ്യക്തി മരണപ്പെടുകയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സോവറിൻ ഫംഗ്ഷൻ അല്ല, അതൊരു നോൺ സോവറിൻ ഫംഗ്ഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു നോൺ സോവറിൻ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നതിന്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു ഇഞ്ചുറിക്ക് അതല്ലെങ്കിൽ ഒരു മരണത്തിന് നമ്മുടെ സ്റ്റേറ്റ് സ്വാഭാവികമായിട്ട് എന്താവും, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ഇവിടെ എന്താണ്, സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആയിരിക്കുകയും ഈ വ്യക്തിയുടെ വിധവയ്ക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥനാവുകയും ചെയ്യും. സോ ഇതിന്റെ അണ്ടറിൽ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കേസാണ് വിദ്യാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോബ്ലത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചുഴലിക്കാറ്റ് മൂലം ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞു വീണ് അതിൽ ഷോക്ക് പാസ് ചെയ്തിരുന്ന ഒരു കമ്പി റോഡിലോട്ട് പൊട്ടി വീണിട്ടുണ്ടായിരുന്നു.
ആ പൊട്ടി വീണ കമ്പി ആ റോഡിലൂടെ പോയിരുന്ന ബി എന്നുള്ള വ്യക്തിയുടെ മേത്താണ് വീണിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അയാൾക്ക് ഷോക്ക് ഏറ്റു. സോ ഇയാൾക്ക് ഷോക്ക് ഏറ്റ സമയത്ത് ഇയാൾക്ക് പരിക്ക് പറ്റി. ആ സമയത്ത് ഇയാളുടെ ലീഗൽ ഹെയർസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇലക്ട്രിസിറ്റി ബോർഡിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ഈ അപകടത്തിന് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ത് തരണം? നാശനഷ്ടം തരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആക്ച്വലി അത് ആക്ട് ഓഫ് ഗോഡ് ആയിരുന്നു. ആക്ട് ഓഫ് ഗോഡ് മൂലമാണ് ആ പോസ്റ്റ് മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നതും നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ബി എന്നുള്ള വ്യക്തിക്ക് അപകടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു. സോ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു ആക്ട് ഓഫ് ഗോഡ് എന്നുള്ള ആ ഒരു ഡിഫൻസ് നിലനിന്നുകൊണ്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന് അവരുടെ ലയബിലിറ്റിയിൽ നിന്ന് ഊരിപ്പോരാൻ സാധിക്കുമോ എന്നുള്ളതാണ്. സോ ഇവിടെ ഇഷ്യൂസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whether the board is responsible for the damages caused by the electrocution, അതായത് ഈ ഷോക്ക് ഏറ്റത് മൂലം ഉണ്ടായിട്ടുള്ള അപകടത്തിന് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് ലയബിൾ ആവുമോ ഇല്ലയോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നെഗ്ലിജൻസ് മൂലമാണോ ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലീഗൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ആക്ട് ഓഫ് ഗോഡിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആക്ട് ഓഫ് ഗോഡ് എന്താണെന്ന് എഴുതാം. അതുപോലെ തന്നെ ഡ്യൂട്ടി ഓഫ് കെയറും നെഗ്ലിജൻസും ആണ് ഇതിലെ ലീഗൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. സോ ആക്ട് ഓഫ് ഗോഡിന്റെ അണ്ടറിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് നാച്ചുറിന്റെ ഇടപെടൽ മൂലമാണ്, അതും ഒരിക്കലും ഫോർസി ചെയ്യാൻ പറ്റാത്ത എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള നാച്ചുറിന്റെ ഫോഴ്സ് മൂലമായിരിക്കണം എന്ത് ചെയ്തിട്ടുണ്ടാവേണ്ടത്, ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടാവേണ്ടത് എന്നുള്ളത്. സോ ഇവിടെ നമ്മൾ നാച്ചുറിന്റെ ഭാഗത്ത് നിന്ന് എക്സ്ട്രാ ഓർഡിനറി ഫോഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്ത് നിന്ന് കൂടെ ആലോചിക്കണം. അതായത് ഒരു ഇലക്ട്രിസിറ്റി ബോർഡ് എന്താ ആലോചിക്കണം, അതായത് ഇങ്ങനെയുള്ള മഴ വരുന്ന സമയത്ത് അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി മൂലം അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് തടയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്കുണ്ട്. അതായത് അവർക്ക് എന്തുണ്ട്, ഡ്യൂട്ടി ഓഫ് കെയർ ഉണ്ട്. സോ ഈ ഡ്യൂട്ടി ഓഫ് കെയർ ഉണ്ടായിട്ടും അവരത് മര്യാദയ്ക്ക് പാലിക്കാത്തത് മൂലമാണ്, അവർ മര്യാദയ്ക്ക് ശ്രദ്ധിക്കാത്തത് മൂലമാണ് എന്തുണ്ടായിട്ടുണ്ടായിരുന്നത്, ഇവരുടെ ഭാഗത്തു നിന്നുള്ള നെഗ്ലിജൻസ് മൂലമാണ് ഇവിടെ ആ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ ആക്ട് ഓഫ് ഗോഡ് എന്നുള്ള ഒരു ഡിഫൻസ് പ്ലീഡ് ചെയ്തിട്ട് ഇവർക്ക് ഒരിക്കലും ഇവരുടെ ലയബിലിറ്റിയിൽ നിന്ന് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് മധ്യപ്രദേശ് ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് ശൈൽ കുമാരി എന്നുള്ള കേസ് ലോ സൈറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നെഗ്ലിജൻസ് മൂലം ഒരു വയർ റോട്ടിലോട്ട് വീഴുകയും ആ റോട്ടിൽ വീണ വയറിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ട് ഒരു പേഴ്സൺ മരിക്കുകയാണ് ഈ സംഭവത്തിൽ ഈ ഒരു കേസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കേസിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ലയബിൾ ആണ് എന്നുള്ളതാണ് കോടതി ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി ബോർഡിനെ ലയബിൾ ആക്കാവുന്നതാണ്. കാരണം അവരുടെ ഡ്യൂട്ടി ഓഫ് കെയർ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള നെഗ്ലിജൻസ് മൂലമാണ് ഈ ഒരു അപകടം അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ വരുന്നൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് പലവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അതായത് സൈക്ലോൺ അല്ലേ, കൊടുങ്കാറ്റല്ലേ, അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരുമായിരിക്കും. പക്ഷെ ഇവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാം, അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് മഴക്കാലത്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ വരും, അതല്ലെങ്കിൽ കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടായിരിക്കും. സോ ഇത് മനസ്സിൽ മുന്നേ അവർ കണ്ടുകൊണ്ട് അവർ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കണം. സോ ഇവിടെ ആ പ്രിക്കോഷൻസ് എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ അവരെല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ട് ഇത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ എന്താണ്, നമുക്ക് ആക്ട് ഓഫ് ഗോഡ് എന്നുള്ള ഡിഫൻസ് പ്ലീഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, അതായത് ഒരു IPL മാച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ബാറ്റ്സ്മാൻ എന്ത് ചെയ്തു, ഒരു സിക്സർ അടിച്ചു. സിക്സർ അടിച്ച സമയത്ത് ആ ബോൾ പോയി വീണത് നമ്മുടെ IPL കണ്ടുകൊണ്ടിരുന്ന ഒരു കാണിയുടെ മേത്തോട്ടാണ്. ആൻഡ് അയാൾക്ക് എന്ത് പറ്റി, അത് മൂലം ഇഞ്ചുറി സംഭവിച്ചു. സോ ഈ ഇഞ്ചുറി സംഭവിച്ചപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, നമ്മുടെ
ബാറ്റ്സ്മാനെതിരെയും അതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റ് ബോർഡിനെതിരെയും ഒരു പരാതി കൊടുത്തു. എന്നിട്ട് അയാൾ പ്ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ്, അതായത് എനിക്ക് പറ്റിയിട്ടുള്ള ഇഞ്ചുറിക്ക് പകരമായിട്ട് എനിക്ക് എന്ത് വേണം, ഡാമേജസ് വേണം എന്നുള്ളതാണ്. സോ ഡാമേജസ് കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതാണ്, whether the board of control for cricket is liable for injury. അതായത് കാണിക്ക് സംഭവിച്ചിട്ടുള്ള അപകടത്തിന് നമ്മുടെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഉത്തരവാദിയാണോ ഇല്ലയോ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്നുള്ള ഈ ഡോക്ട്രിൻ നമ്മുടെ ക്രിക്കറ്റ് കാണികളുടെ മുകളിൽ അപ്ലൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ലീഗൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടോർട്ടിന്റെ അണ്ടറിൽ വരുന്ന ജനറൽ ഡിഫൻസസും അതുപോലെ തന്നെ അതിൽ ഫസ്റ്റ് ഡിഫൻസ് ആയിട്ടുള്ള വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയുമാണ്. സോ ജനറൽ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്വാഭാവികമായിട്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കെതിരെ ഒരു wrongful ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അയാൾ എന്ത് ചെയ്യണം, ആ ഒരു ലയബിലിറ്റി ഏറ്റെടുക്കുക തന്നെ വേണം. പക്ഷേ ചില സംഭവങ്ങളിൽ അതല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഈ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലയബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കും. സോ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട്, അങ്ങനെ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഡിഫൻസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജനറൽ ഡിഫൻസസ് ഇൻ ടോർട്ട് എന്ന് വിളിക്കുന്നത്. സോ ഈ ജനറൽ ഡിഫൻസസിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫൻസ് ആണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്ന് പറയുന്നത്. അതായത് he who have consented to suffer a harm cannot seek any remedy under the law. അതായത് ഒരു വ്യക്തി ഓൾറെഡി സമ്മതം കൊടുത്തിട്ടുണ്ട്, അതായത് ഇതിൽ നിന്ന് എന്ത് പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിലും അത് ഞാൻ ബോധറേ ചെയ്യുന്നില്ല, അതിനെതിരെ ഞാൻ കംപ്ലൈന്റും കൊടുക്കില്ല എന്ന് ഓൾറെഡി ഇയാൾ പറഞ്ഞു, അതല്ലെങ്കിൽ അങ്ങനെ അയാൾ പ്രോമിസ് ചെയ്തു. എന്നിട്ട് അതിനുശേഷം ഇയാൾക്ക് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിയമത്തിന്റെ അണ്ടറിൽ പ്രത്യേകിച്ച് റെമഡി ഒന്നും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മുടെ ഈ കേസിലെ നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത്, ഒരു വ്യക്തി ക്രിക്കറ്റ് കളിയുടെ ഇടയിൽ പന്ത് ഗാലറിയിലോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്യാണ്, ഒരു IPL മാച്ച് കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാണ്. അങ്ങനെ ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് അയാൾ ആ IPL കാണുന്നതിന്റെ ഇടയിൽ അയാൾക്ക് എന്ത് വരികയാണ്, നമ്മുടെ ഗാലറിയിലോട്ട് ഒരു ബോൾ വരികയും അതുമൂലം അയാൾക്ക് ഇഞ്ചുറി സംഭവിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു വ്യക്തി ഒരു ടിക്കറ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത്, അതും ഒരു ക്രിക്കറ്റ് കാണാൻ പോകുന്ന സമയത്ത് ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ അയാൾക്ക് ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ആ ടിക്കറ്റ് എടുക്കുന്നത്. സോ അതിനുശേഷം ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, യാതൊരു വിധത്തിലുള്ള റെമഡിയും സീക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു കേസിൽ നമ്മുടെ ബാറ്റ്സ്മാനും അതുപോലെ തന്നെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡും ഈ ഒരു ഇഞ്ചേർഡ് ആയിട്ടുള്ള ഈ സ്പെക്ടേറ്റർക്ക് ഡാമേജസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ അണ്ടറിൽ സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കേസ് ലോ ആണ് ഹോൾ വേഴ്സസ് ബ്രൂക്ക്ലാൻഡ്സ് ഓട്ടോ റേസിംഗ് ക്ലബ് എന്ന് പറയുന്നത്. അതായത് ഒരു മോട്ടോർ റേസിംഗ്, അതായത് ഒരു കാറിന്റെ റേസിംഗ് കാണാൻ ഒരു വ്യക്തി ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്തു, ആ റേസിന്റെ ഇടയിൽ അതിലൊരു കാറ് കൊളൈഡ് ചെയ്തിട്ട് ഗാലറിയിലോട്ട് വീണു, അതിലുള്ള ഒരു ആ ടിക്കറ്റ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്ത് പറ്റി, ഇഞ്ചുറി പറ്റി. ഇയാള് ഈ സംഘാടകർക്കെതിരെ കേസ് കൊടുത്ത സമയത്ത് കോടതി എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടിക്കറ്റ് പർച്ചേസ് ചെയ്തതോട് കൂടിയിട്ട് ഇയാള് ആ മാച്ചിന്റെ ഇടയിൽ വരുന്ന എന്ത് അപകടവും സഹിക്കാൻ റെഡിയാണ് എന്നുള്ള ഒരു മനസ്ഥിതിയാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്ത് കിട്ടില്ല, പ്രത്യേകിച്ച് റെമഡി ഒന്നും കിട്ടാനില്ല എന്നുള്ളതാണ്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത, അതായത് സെക്കൻഡ് ക്വസ്റ്റ്യനുമായിട്ട് സാമ്യമുള്ള ഒന്നാണ്. അതായത് എക്സ് എന്നുള്ള ഒരു വ്യക്തി വൈ എന്നുള്ള ഒരു വ്യക്തിക്ക് ഒരു കത്ത് അയക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ കത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈനെ കുറിച്ചിട്ട് വേണ്ടാത്ത രീതിയിൽ വൾഗർ ആയിട്ട് എഴുതുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അയാളെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളാണ് ആ കത്തില് എക്സ് എഴുതിയിട്ടും ഉണ്ടായിരുന്നത്. സോ ഈ ലെറ്റർ ആക്ച്വലി വായിച്ചിട്ടുണ്ടായിരുന്നത് വൈ എന്നുള്ള വ്യക്തിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു. സോ ഈ വൈ എന്ത് ചെയ്തു, എക്സിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു, അതായത് ഇയാള് എനിക്കെതിരെ ഡീഫമേഷൻ എന്നുള്ള ടോർട്ട് കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്.
സോ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. സോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അതായത് ഇവിടെ ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ പ്ലെയിന്റിഫ് അല്ലാണ്ട് ആ ഒരു ഡിഫമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ ഒരു വ്യക്തി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്ത് കിട്ടും, കോമ്പൻസേഷൻ കിട്ടും. അതല്ലെങ്കിൽ ഇവിടെ നമ്മുടെ എക്സ് എന്നുള്ള വ്യക്തി ഡിഫമേഷൻ എന്നുള്ള ടോർട്ട് കമ്മിറ്റ് ചെയ്തതായിട്ടാണ് കണക്കാക്കുക. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ 2015ലെയും അതുപോലെ തന്നെ 2016ലെയും പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ 2023 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.